ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിനായി വയോജന കമ്മീഷൻ ജില്ലാതല യോഗം ചേർന്നു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ്, അംഗം KMK നമ്പൂതിരിപ്പാടി എന്നിവർ വിശദീകരണം നടത്തി. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ രൂപീകരിക്കുന്നത്. ക്ഷേമം, പുനരധിവാസം, വയോജനങ്ങൾക്കായുള്ള ഭരണഘടനാ അവകാശ സംരക്ഷണം കൂടാതെ വയോജനങ്ങളുടെ സേവനങ്ങൾ എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ് പറഞ്ഞു. വയോജനക്ഷേമ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ ഭാരവാഹികളും സ്ഥാപന മേധാവികളും വിദഗ്ധരും യോഗത്തിൽ സംബന്ധിച്ചു. കമ്മീഷൻ പ്രവർത്തനം വിപുലീകരിക്കേണ്ട രീതികളും വിശദീകരിച്ചു. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക, സാമ്പത്തിക സഹായത്തോടെ കമ്മ്യൂണിറ്റി സെന്ററുകൾ, ഹോം കെയറുകൾ എന്നിവ നിർമ്മിക്കുക, നിലവിലെ നിയമപരിധിയിൽ പെടാതെ പ്രവർത്തിക്കുന്ന അതിഥി മന്ദിരങ്ങളും കെയർ ഹോമുകളും നിയമപരിധിയിലാക്കുക, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് പുറമെ എല്ലാ വയോജനങ്ങളെയും ഉൾപ്പെടുത്തി ഇൻഷുറൻസ് സ്കീമുകൾ കൊണ്ടുവരിക, പെൻഷനായവരുടെ റേഷൻ കാർഡുകൾ മാനദണ്ഡമനുസരിച്ച് മുൻഗണനയിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുക, വയോജനങ്ങൾ തുടങ്ങുന്ന സംരംഭങ്ങൾക്കുള്ള നിയമക്കുരുക്കുകൾ തീർപ്പാക്കുക, സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മേളകളിൽ വയോജനങ്ങൾക്ക് സീറ്റ് റിസർവ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക, സർക്കാർ ആശുപത്രികളിൽ ജെറിയാട്രിക്സ് കൗണ്ടറുകൾ ഒരുക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് വന്നത്. യോഗത്തിൽ ജില്ലാ വയോജന കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് KV ശിവരാമൻ, C വിജയലക്ഷ്മി, P ശിവശങ്കരൻ എന്നിവരും മറ്റു വയോജനക്ഷേമ സംഘടനാ ഭാരവാഹികളും സംബന്ധിച്ചു. വയോജന കമ്മീഷൻ സെക്രട്ടറി അബ്ദുൽ മജീദ് നന്ദി പറഞ്ഞു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 46 വയസ്സാണ്. ഇപ്പോൾ ഒരു ശരാശരി മലയാളിയുടെ ആയുർദൈർഘ്യം 73-76. അതുതന്നെ മറ്റു ചില സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും 83 വയസ്സ് വരെയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പൊ ഈ 46-ൽ നിന്നും 83-ലേക്കുള്ള ഈ മാറ്റം കേരളത്തിലുണ്ടായത് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള ശിഷ്യ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ 60 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ശതമാനം വർദ്ധിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പുതുതായിട്ട് ഉണ്ടെടുക്കുകയാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.